എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യക്കകത്ത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി, അവരുടെ എഫിഷ്യൻസി, അതുപോലെ തന്നെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്കില്ല് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനെല്ലാം തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള അധികാര സ്ഥാനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും കളക്ടർമാരുണ്ട്. പക്ഷേ എല്ലാ കളക്ടർമാരുടെയും പേരുകൾ അറിയപ്പെടണം എന്നില്ല. പക്ഷേ ചില കളക്ടർമാരുടെ പേരുകൾ വളരെ കൃത്യമായിട്ട് അറിയപ്പെടുന്നു. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോരോ ഹെഡുകളുണ്ട്. ആ എല്ലാ ഹെഡുകളുടെയും പേരുകളും അറിയപ്പെടണമെന്നില്ല. പക്ഷേ ചില ഹെഡുകളുടെ പേരുകൾ അറിയപ്പെടുന്നു, പ്രസിദ്ധപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ഇത്തരം കപ്പാസിറ്റിയുള്ള വ്യക്തികൾ എത്തിയാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി കൂടുകയും പലതരത്തിലുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പരിഷ്കാരങ്ങളും സാഹചര്യങ്ങളും പ്രോഗ്രാംസും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അത്തരം ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ കലാംസ് വ്ളോഗിൽ അബ്ദുൽ കലാം. ഞാൻ ഈ വീഡിയോകളിൽ സൂചിപ്പിക്കുന്നത് മിക്കവാറും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ കേരള ഗവൺമെൻറ്, മറ്റുള്ള സ്ഥാപനങ്ങൾ ഇവയിൽ വരുന്ന വേക്കൻസികളെക്കുറിച്ചാണ്. ഒരു പ്രത്യേക സമയഘട്ടത്തിനകത്ത് അപേക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് മൊത്തമായിട്ട് 979 വേക്കൻസികളാണുള്ളത്. അപേക്ഷ സ്വീകരിക്കുന്ന തീയതി 22/1/2025 മുതൽ 11/2/2025 വരെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കുള്ള എബിലിറ്റീസ്, നമുക്കകത്ത് ഒരുപാട് പവേഴ്സ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ കഴിവുകൾ പുറത്തെടുക്കുകയും അത് കണ്ടെത്തുകയും പുറത്തെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ന വ്യക്തി അവിടെ പൂർണ്ണമാകുകയും അതിൽ ഫുൾ ഫ്ലെഡ്ജഡായിട്ടുള്ള നമ്മളുടെ ഒരു സർവീസസ് ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും തരത്തിലുള്ള 3 വർഷത്തെ ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷ നൽകാൻ കഴിയും. പ്രായം എന്നുള്ളത് 21 വയസ്സിൻ്റെയും 32 വയസ്സിൻ്റെയാണ്. നിയമാനുസൃതമായിട്ടുള്ള വയസ്സുളവുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. OBCക്ക് 3 വർഷത്തെ വയസ്സിളവും SC/ST ആണെങ്കിൽ 5 വർഷത്തെ വയസ്സിളവ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് എന്നും കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഏതെങ്കിലും ഡിഗ്രിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കകത്തുള്ള ഓരോ ജില്ലയുടെ ഹെഡാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാവുക, ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ ഹെഡാവുക, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഹെഡാവുക, അത്തരത്തിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ശരിക്കും പറയുന്നത് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. 23ഓളം വകുപ്പുകളോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളോ തന്നെ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതാണ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ IFS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. ഇതാണ് പ്രധാനപ്പെട്ട 3 എന്നുള്ളത്. പിന്നെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് സർവീസ്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട്സ് സർവീസ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട്, ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് പേഴ്സണൽ, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് അക്കൗണ്ട്, ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, കസ്റ്റംസ് ആൻഡ് ടാക്സ്, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ട്രേഡ് സർവീസ്, ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ്, അതുപോലെ തന്നെ ഡൽഹി, അന്തമാൻ ആൻഡ് നിക്കോബാർ ഐസ്ലാൻഡ്, ലക്ഷദ്വീപ്, ദാമൻ ആൻഡ് ദിയു, നാഗർ ഹവേലി സിവിൽ സർവീസ്, ഡൽഹി, അണ്ടമാൻ ആൻഡ് നിക്കോബാർ മേഖലകളിലേക്കാണ് മനസ്സിലായത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും EDയുടെയും അതുപോലെ തന്നെ കസ്റ്റംസിൻ്റെയും CBIൻ്റെയും റെയ്ഡുകളെ കുറിച്ചൊക്കെ. അതിൻ്റെയൊക്കെ തലപ്പത്തെത്താനുള്ള വേറൊരു മാർഗ്ഗം കൂടിയിട്ടാണ് ഈ പറയുന്ന സിവിൽ സർവീസിൽ നമ്മൾ ക്വാളിഫൈഡ് ആകുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 21-32 അതിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഡിഗ്രിയാണ് അതിന് വേണ്ട യോഗ്യത എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഘട്ടങ്ങളെന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. നമുക്കതിന് കപ്പാസിറ്റി ഇല്ലാന്ന് സൂചിപ്പിക്കാൻ കഴിയുന്നില്ല. പുതിയ സാഹചര്യത്തിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അതിനനുസരിച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ പങ്കെടുക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇന്ത്യക്കകത്തുണ്ട് എന്നുള്ളതാണ്. അത് വെറുതെ വിരൽത്തുമ്പിലുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മളുടെ ശ്രമങ്ങൾ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇവിടെ. ഇതിന് 3 ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത്. ഒന്ന് അതിൻ്റെ പ്രിലിംസ് എക്സാമിനേഷനാണ്, പിന്നെ രണ്ടാമത്തെ അതിൻ്റെ മെയിൻ എക്സാമിനേഷനാണ്, പിന്നെ ഇൻ്റർവ്യൂ, അതിൻ്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ഈ പ്രിലിംസ് എക്സാമിനേഷൻ. 2 മണിക്കൂറിൻ്റെയാണ് എക്സാമിനേഷൻ എന്നുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അത് എറൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതിൻ്റെ കൂട്ടത്തിൽ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പിൽ പ്രിലിംസ് എക്സാമിൻ്റെ ചോദിക്കുന്നുള്ളത്.
ഞാൻ നിങ്ങൾക്കൂടെ ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ 8ാം ക്ലാസ് മുതൽ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും അതിനെ അവരുടെ പഠനത്തിൽ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ സിവിൽ സർവീസ് എത്തിപ്പെടാൻ കഴിയുന്നതാണ്. വായനാശീലങ്ങളൊക്കെ നിർബന്ധമാണെന്നുള്ളതാണ്. അത്യാവശ്യം ആർട്ടിക്കിൾസൊക്കെ വായിക്കണം, പേപ്പറുകൾ വായിക്കണം, കറണ്ട് അഫയേഴ്സുള്ള റിലേറ്റഡ് വായിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വായനകളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഈ പറയുന്ന SLC മുതൽ ഡിഗ്രി വരെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചിലപ്പോൾ ഒരു 5 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികളൊക്കെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമുണ്ട്. എത്രത്തോളം എത്തിപ്പെടുന്നുള്ളത് അവരുടെ എഫിഷ്യൻ്റനുസരിച്ചിട്ടാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ ഒന്നാമത് ഇതിൽ സൂചിപ്പിച്ചത് പറഞ്ഞാൽ അതിൻ്റെ പ്രിലിംസ് എക്സാമിനെ കുറിച്ചാണ്. മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ 2 മണിക്കൂറിൻ്റെ കോഴ്സ്, 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ അത് പാസ്സായിട്ട് അതിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറേ ടീമുകളെയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ എക്സാമിലേക്ക് നടക്കുന്നത്. അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സോ അല്ലെങ്കിൽ രണ്ടും കൂടി ഉൾപ്പെടുന്നതും എസ്സേ റൈറ്റിംഗ് അങ്ങനെ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മണിക്കൂർ തന്നെയാണ്. അത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളൊരു വായന ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അതും 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ഉണ്ടാവുക. ഇൻ്റർവ്യൂവും പിന്നെ പേഴ്സണാലിറ്റീസുമാണ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിസ്സാര മാർക്കോടാണ് ഇൻ്റർവ്യൂ. നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തെക്കുറിച്ച് അത്ര ബോധം കെടേണ്ട കാര്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുകൂടി മനസ്സിലാക്കണം എന്നുള്ളത്. അത് പല ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള വ്യക്തികളെല്ലാം ഇൻ്റർവ്യൂയുടെ അനുഭവങ്ങളെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ മലയാറ്റൂർ രാമകൃഷ്ണൻ, അദ്ദേഹം സിവിൽ സർവീസ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അഭിമുഖത്തിലോ ഏതോ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ ഇൻ്റർവ്യൂയുടെ ഒരു ചോദ്യം പറഞ്ഞാൽ, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോബീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അങ്ങനെ നിങ്ങളുടെ പ്ലേസ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ പഠിച്ചതിനെ കുറിച്ചുള്ള അത് ആൾറെഡി നമ്മളവിടെ അവർ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അത് കളക്ട് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അവരുടെ പ്രതികരണം എങ്ങനെയാണ് അത് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെയാണ് അതിലുണ്ടാകുന്നത് ഇൻ്റർവ്യൂ എന്നുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, മലയാറ്റൂർ രാമകൃഷ്ണൻ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചത് മലയാറ്റൂർ അത് മലകളും ആറുകളും നിറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഓക്കെ ഇന്ന സ്ഥലത്താണല്ലേ വീട്, അപ്പോൾ ഇന്ന സ്ഥലത്ത് വലിയൊരു കുന്നുണ്ട്, ആ കുന്നിൽ എത്ര കൊട്ട മണ്ണുണ്ടാവും എന്നാണ് അത് ചോദ്യം പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാലിശമായിട്ടുള്ളൊരു ചോദ്യമാണെന്ന് തോന്നാമെങ്കിലും ആ സമയത്ത് ആ വ്യക്തി ഏത് രൂപത്തിലാണ് അതിനെ പ്രതികരിക്കുന്നത്, ഏത് രൂപത്തിലാണ് അതിനെ അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മാർക്കുകൾ വരുന്നത്. അദ്ദേഹം ഷാർപ്പായിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഇത് പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു കൊട്ട മണൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലതായി തോന്നുന്നുണ്ടാവാം. ഈ ഒരു കൊട്ട മണൽ എന്ന് പറയുന്നത് അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യങ്ങളിൽ ഇത്ര വലിപ്പമുള്ള, ഇത്ര വിടുത്തുള്ള, ഇത്ര ഡെപ്തുള്ള ഒരു കൊട്ടയുടെ എത്ര കൊട്ട എന്നല്ല ചോദിക്കുന്നത്. ആ സമയത്ത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു കൊട്ട എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞു എന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒരു കൊട്ട പറഞ്ഞാൽ ആ മണൽ കൊള്ളുന്ന അത്രയും വലുപ്പമുള്ള ഒരു കൊട്ട എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതാണ് ഇൻ്റർവ്യൂ എന്നുള്ളത്. പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഴ്സണാലിറ്റി ടെസ്റ്റും വളരെ സുന്ദരമായിട്ട് ഇതാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ അപേക്ഷാ ഫീസ് പറഞ്ഞാൽ വെറും 100 രൂപ മാത്രമാണ്. അതും പെൺകുട്ടികൾക്കും SC/ST ടീമുകൾക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നും കൂടി സൂചിപ്പിക്കുകയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 1 ടൈം രജിസ്ട്രേഷനിലൂടെയാണ് നമുക്ക് രജിസ്ട്രേഷൻ നൽകാൻ പറ്റുക. പിന്നിക്കേഷൻ ഓൺലൈൻ അപേക്ഷ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫ്സ്, സിഗ്നേച്ചർ, ഫോട്ടോ കോപ്പീസ് ഓർ റെഫറൻസ് ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ ആ രൂപങ്ങൾ, ഈ ഇത്രയും കാര്യങ്ങളാണ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൻ്റെ അവസാനത്തെ തീയതിയാണ് 11/2/2025 6 മണി വരെയാണ്. ഡിഗ്രിയുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അഭിപ്രായം. 32 വരെ അപേക്ഷിക്കാൻ കഴിയും. 20 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 21 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവും. ഒന്ന് അപേക്ഷിച്ച് നോക്കുക. അപേക്ഷിച്ച് നോക്കിയ ശേഷം ബാക്കി അതിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ആ ജേണിയിൽ അതും കൂടി നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഈ സിവിൽ സർവീസ് നേടിയെടുക്കാനും നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്ന സ്ഥാനങ്ങളിലെത്തുന്നതിനും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നോക്കുക എന്നുള്ളതാണ്. നമുക്കും എത്തണം ഇത്തരം സ്ഥാനങ്ങളിൽ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ ഒരു
പുതിയ ഒരു വിഷയം കാണുന്നവരെ ഗുഡ് ബൈ.